ശ്രീ എൻ ശ്രീകുമാർ, ശാഖകൾക്ക് കാവൽ നിന്ന ഒരു കാലത്തെക്കുറിച്ചും അത് തൊട്ട് ബി ജെ പിയിലേക്കുള്ള ക്ഷണമടക്കമുള്ള കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ് കെ സുധാകരൻ. ഇന്നിപ്പോഴത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരാൻ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്ന ഒരു തന്ത്രം ഉപയോഗിക്കേണ്ടി വന്നു സുധാകരൻ എന്ന്. ബി ജെ പി ആകട്ടെ, ഇപ്പോൾ ബി ജെ പി പ്രതിനിധി ഇവിടെ പറഞ്ഞു ഇതൊക്കെ ഒരു വലിയ സ്ഫോടനത്തിന് മുൻപുള്ള ട്രെയിലറായിട്ടാണ് കാണുന്നത്, അതിൽ ബി ജെ പിക്ക് വലിയ കൗതുകത്തോടു കൂടിയുള്ള താല്പര്യമുണ്ട് എന്നാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പ്രസക്തിയും. ശ്രീ ഗോപികൃഷ്ണൻ, ശ്രീ കെ സുധാകരനിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ കരുതിയതല്ല. എന്തായാലും നന്നായി. സി പി എമ്മിൻ്റെ പ്രതിനിധി മുസ്തഫ, അതുപോലെ തന്നെ ബി ജെ പി പ്രതിനിധി ശ്രീ ജയേന്ദ്രൻ മാഷൊക്കെ കോൺഗ്രസിനെയാണ് ആക്രമിച്ചത്. അത് നല്ല കാര്യം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയം ഇന്ന് വലിയൊരു തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്ന് നമ്മളൊക്കെ പറയുന്നു. എല്ലാവരും ബി ജെ പി വിരുദ്ധം പ്രസംഗിക്കുന്നു, ഇടതുപക്ഷം പ്രസംഗിക്കുന്നു, എല്ലാവരും ഉണ്ട്. ഇന്നും കോൺഗ്രസ് നേതാക്കൾ ദേശീയ തലത്തിലും മറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്കെതിരെ പോരാടുകയാണ്. അപ്പോൾ സി പി എമ്മിന് പഴയ കാലത്ത് തൊട്ട് തന്നെ വർഗീയ വിരുദ്ധം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പാർട്ടി കുടുംബം എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ പാർട്ടി കുടുംബം ഇന്നുണ്ടോ അതോ പാർട്ടി കുടുംബം സകുടുംബം ആയോ എന്നുള്ളതൊക്കെ അവർ പറയേണ്ട കാര്യമാണ്. അത് അവിടെ അങ്ങനെ ഒരു ചർച്ച ഈ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രി എവിടെ എന്ന് സി പി എം ഇന്ന് മിണ്ടുന്നില്ല. അവർക്ക് ന്യായീകരണം പറയാം. താരപ്രചാരകളെ ഞങ്ങൾ വേറെ നിശ്ചയിച്ചെന്ന് പറയാം. ശ്രീ പിണറായി വിജയൻ താരപ്രചാരകനാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം, ഗോവിന്ദ മാഷിൻ്റെ പാർട്ടിയിലത്തെ നേതാവ് എസ് രാജേന്ദ്രൻ, ഇപ്പോഴും അദ്ദേഹം ഇടുക്കിയിലത്തെ സി പി എം നേതാവാണ്. അദ്ദേഹത്തെ മിനിങ്ങാന്ന് ബി ജെ പി നേതാക്കൾ പോയി ചർച്ച നടത്തി. മാഷക്ക് ധൈര്യമുണ്ടോ രാജേന്ദ്രനെതിരെ വിരൽ ചൂണ്ടാനായിട്ട്? ഇന്നും മാഷ് പറഞ്ഞ രാജേന്ദ്രൻ പോയില്ലെന്നാ. ഇനി അത് പോട്ടെ, ഇ പി ജയരാജൻ ചർച്ച നടത്തിയല്ലോ പ്രഭാരിയുമായിട്ട്, ബി ജെ പി പ്രഭാരിയുമായിട്ട്. ഞാനും ചർച്ച നടത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അതും അവർക്ക് പ്രശ്നമല്ല. പക്ഷേ സുധാകരനോട് പണ്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ബി ജെ പി പോകാമെന്ന് കേട്ടല്ലോ. എനിക്ക് ബി ജെ പി പോകണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണോ? എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോകും എന്നൊരു തർക്കുത്തരം പറഞ്ഞപ്പോൾ ആ തർക്കുത്തരം ഇവർ ആയിക്കോട്ടെ കൊണ്ട് നടന്നോട്ടെ. പക്ഷേ സുധാകരനോടുള്ള സി പി എമ്മിൻ്റെ വിരോധം കെ പി സി സി പ്രസിഡൻ്റായപ്പോൾ അവർ പരസ്യമാക്കി. പാർട്ടി മുഖപത്രത്തിൽ ഗോപികൃഷ്ണൻ, പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ കെ പി സി സി പ്രസിഡൻ്റായിട്ട് എന്തിന് സുധാകരനെ നിയമിച്ചു എന്ന് പറഞ്ഞ മുഖപ്രസംഗം എഴുതി. അതേ പത്രം എം വി ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ഗോവിന്ദ മാഷിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുഖപ്രസംഗം എഴുതിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ സുധാകരനെ കുറിച്ച് നമ്മുടെ സി പി എം പ്രതിനിധി നമ്മുടെ സുഹൃത്ത് മുസ്തഫ എന്താ പറഞ്ഞത്? അദ്ദേഹം ആരാധകരെ കൊണ്ടു നടക്കുന്നു. ആയിക്കോട്ടെ, പി ജെ ആർമി ആരാണ്? വടകരയിൽ മത്സരിച്ച പി ജയരാജനെ തിരിച്ച് ജില്ലാ സെക്രട്ടറി ആക്കിയില്ലല്ലോ. പി ജെ ആർമി അദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്തുപാട്ടുകളൊക്കെ ഇട്ടപ്പോൾ എതിർത്തില്ലല്ലോ സി പി എം. അപ്പോൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇങ്ങനത്തെ ആളുകൾ. ബി ജെ പിയുടെ പറയാം, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ട് കെ സുരേന്ദ്രൻ ചുമതലയേൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഒ രാജഗോപാൽ അന്ന് നടത്തിയ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ. ഇന്നിപ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ നമ്മുടെ മാഷ് പറഞ്ഞു വലിയ സ്ഫോടനാത്മകം. എന്താ സ്ഫോടനാത്മകം? എൽ ഡി എഫ് കൺവീനർ ചർച്ച നടത്തിയതിനെ തുടർന്നുള്ളതാണോ? ഏതായാലും കോൺഗ്രസ്സുകാർ ചർച്ച നടത്താൻ പോയിട്ടില്ല. എസ് രാജേന്ദ്രൻ്റെ മിനിങ്ങാന്ന് ചർച്ച നടത്തിയാണോ? അതിനൊക്കെ സി പി എം ഉത്തരം പറയാതെ ഗോവിന്ദ മാഷ് ഇങ്ങനെ വെറുതെ സുധാകര വിരുദ്ധം പ്രസംഗിച്ചിട്ടെന്താ കാര്യം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ നാട്ടിലെ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും പാർട്ടികൾക്കുള്ളിൽ പ്രശ്നമുണ്ടാകും. അങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ അത് മറ്റൊരു പാർട്ടി അതിനെതിരായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്യും. ശ്രീ പിണറായി വിജയനെക്കുറിച്ച് എൽ ഡി എഫ് കൺവീനർ പിണറായി വിജയൻ ഈ വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന്, അത് പാർട്ടി തത്വത്തിന് എതിരല്ലേ? എന്നിട്ട് വല്ലതും ഉണ്ടായോ? അത് ആരാധനയല്ലേ? അപ്പോൾ സുധാകരനെ ഒരു വിഭാഗം പ്രവർത്തകർ ആരാധിച്ചാൽ പ്രശ്നം. ഈ വീടിൻ്റെ ഐശ്വര്യമാണ് പിണറായി വിജയൻ എന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞാൽ അത് പാർട്ടി തത്വമാണോ? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് നല്ല കാര്യമാണ്. കാരണം സുധാകരൻ ബി ജെ പി പോകും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം കണ്ണൂർ മത്സരിച്ചല്ലോ, അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുമല്ലോ, എന്തായാലും ഒരു കാര്യം തീരുമാനിക്കുമല്ലോ. അവിടെ അദ്ദേഹത്തിൻ്റെ വിധി എന്തായാലും ശരി. സുധാകരൻ കോൺഗ്രസ്സുകാരനാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സുധാകരനെ എതിർക്കണമെങ്കിൽ ഇങ്ങനത്തെ ആക്ഷേപം കൊണ്ട് മൂടണമെങ്കിൽ മൂടാൻ കുഴപ്പമില്ല. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അസ്വസ്ഥത നമ്മൾ ചർച്ച ചെയ്തു. ശരിയാണ്, അസ്വസ്ഥത ഉണ്ടായി. അദ്ദേഹം ആ സ്ഥാനത്ത് തിരികെ വന്നിരുന്നു. പക്ഷെ അപ്പം നമ്മൾ ആലോചിക്കേണ്ടേ, ശ്രീ മുസ്തഫ, പഴയ കാലത്ത് പിണറായി വിജയൻ വി എസിനെ കുറിച്ചും വി എസ് പിണറായി വിജയനെ കുറിച്ചും എന്തൊക്കെ പറഞ്ഞു? ഇതൊക്കെ നമ്മുടെ ഈ ഗോപികൃഷ്ണൻ്റെ ആ ഫയലിൽ കിടപ്പുണ്ട്. നമ്മളതൊക്കെ ചർച്ച ചെയ്യണോ? ഞാനതാ പറഞ്ഞേ, ഭൂതവും ഭാവിയും വർത്തമാനവും വെച്ച് രാഷ്ട്രീയത്തെ കാണരുത്. ഭൂതകാലത്ത് ചെയ്തത് വർത്തമാനത്തെ കാലത്ത് ചെയ്യണമെന്നില്ല. ഞാനതാ പറഞ്ഞത്, എസ് രാജേന്ദ്ര സി പി എമ്മിൻ്റെ നേതാവ് ഇന്ന് പാർട്ടിയിലുണ്ടോ?
ഉണ്ടെങ്കിൽ അദ്ദേഹം മിനിങ്ങാന്ന് BJP നേതാക്കൾ അദ്ദേഹത്തെ വന്ന് കണ്ടു. പാർട്ടി എന്ത് നടപടിയെടുത്തു? എന്താണ് പറയാത്ത ഉത്തരം? ഒന്നുകിൽ അദ്ദേഹത്തെ പുറത്താക്കുക, അല്ലെങ്കിൽ S. രാജേന്ദ്രൻ പാർട്ടിയെ കളിപ്പിക്കുകയാണോ? അതൊക്കെ നല്ല രസകരമായ രാഷ്ട്രീയ സംഭവവികാസമാണ് CPM നടക്കുന്നത്. അതൊന്നും നമുക്ക് വിഷയമല്ല. സുധാകരൻ പറഞ്ഞു ഹസൻ വരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതാണ് ചർച്ച. ഹസൻ വരേണ്ടതായിരുന്നു, ഹസൻ വന്നില്ല, സതീശൻ സ്ഥലത്തില്ല. ശരിയാണ്, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പുറത്തെന്താണ് യാഥാർത്ഥ്യങ്ങൾ? ഏത് കോൺഗ്രസ് നേതാവാ പ്രഭാരിയായിട്ട് ചർച്ച ചെയ്തത്? ഗോപികൃഷ്ണൻ ഏത് കോൺഗ്രസ് നേതാവാ പ്രഭാരിയായിട്ട് ചർച്ച ചെയ്തത്? ഞാൻ ചർച്ച ചെയ്തു എന്ന് പിണറായി വിജയൻ പറഞ്ഞു, പ്രശ്നമല്ല. ഞങ്ങൾ ചർച്ച ചെയ്തു എന്ന് EP തന്നെ വെളിപ്പെടുത്തി, പ്രശ്നമല്ല. ചർച്ച ചെയ്തു എന്ന് BJPക്കാർ പറയുന്നു, തിരിച്ചു പറയുന്നു, ആകെ ബഹളം. പക്ഷെ ഒരു കാര്യം വ്യക്തമായി, ദേശീയ തലത്തിൽ BJPക്കെതിരെ പോരാടാൻ ഇന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ചെയ്യണം. അപ്പോൾ എവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഏക കനൽ തെരി മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിൻ, ഞങ്ങളുടെ താരപ്രചാരകരെ നേരത്തെ നിശ്ചയിച്ചു പോയെന്ന്. അപ്പം എന്താ ഇദ്ദേഹത്തെ നിശ്ചയിച്ചില്ലേ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ പാർട്ടി പറയേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ കാലത്തൊരു പാർട്ടി കുടുംബം ഉണ്ടായിരുന്നു, അത് സകുടുംബമായി മാറിയെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ജയിച്ചത്. ആ പ്രശ്നങ്ങൾ ഇടക്കാലത്ത് പരിഹരിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ 16 സ്ഥലത്തും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ ഒരുവിധ ആക്ഷേപമില്ലാതെ തീരുമാനിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പുറത്ത് അങ്ങനെ ആയിരുന്നോ? BJPയിൽ അങ്ങനെ ആയിരുന്നോ? CPMൽ അവർ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടി എവിടെയൊക്കെ പോയി അവസാനം ലീഗിൻ്റെ പ്രതിനിധിയെ പിടിച്ചു പോലും സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നില്ലേ, പഴയ ലീഗ് നേതാവിനെ? അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആരാണ് ഭേദം? കോൺഗ്രസ് ആണോ ഭേദം? CPM ആണോ ഭേദം? BJP ആണോ ഭേദം? അതിനുത്തരം കിട്ടുമ്പോൾ ഈ സുധാകരനെതിരെ നടത്തുന്ന ആക്ഷേപങ്ങളെക്കാൾ കഠിനമായിട്ട് പരിഹാസ രൂപേണ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ പരിഹസിക്കുന്ന പക്ഷേ CPM കാണും. പക്ഷേ അവർ പറയും ജനങ്ങൾ ഞങ്ങളൊപ്പമാണെന്ന് പറയും, കണ്ടോളൂ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതോ ഒരു കാലത്ത് സുധാകരൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നതാണല്ലോ ഇവർ പറഞ്ഞു കിടക്കുന്നത്. അന്ന് സുധാകരൻ പറഞ്ഞു അദ്ദേഹം ഇടതുപക്ഷ സഖ്യത്തിൽപ്പെട്ട നാഷണൽ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ എന്ന സംഘടനാ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൽ നിൽക്കുമ്പോൾ, കോൺഗ്രസ് വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോൾ, അന്നത്തെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ RSSകാരെ CPMക്കാർ ആക്രമിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോര തിളപ്പ് കൊണ്ട് ഞാനവരെ രക്ഷിക്കാൻ പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പ്രചരിപ്പിക്കുന്ന എന്താ? KPCC പ്രസിഡന്റ് RSSന് കാവൽ നിന്നു. KPCC പ്രസിഡന്റാണോ കാവൽ നിന്നത്? അങ്ങനെയാണെങ്കിൽ CPMൽ വന്ന TK ഹംസ ആരായിരുന്നു? പറ. മലപ്പുറം DCC പ്രസിഡന്റ് അല്ലേ? എന്ന് വെച്ചുകൊണ്ട് ഇന്നും അദ്ദേഹത്തെ DCC പ്രസിഡന്റ് എന്ന് പറയുമോ? അതൊക്കെ ഇവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ സുധാകര വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ വക വിഷയങ്ങൾ കൂടി എടുത്തിടുമ്പോൾ ആലോചിക്കണം. എല്ലാ പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു പത്രപ്രവർത്തകനാണ്, പക്ഷേ എനിക്ക് പക്ഷമുണ്ട്. ആ പക്ഷമുള്ളത് കൊണ്ടാണ് ഞാൻ കോൺഗ്രസിന് വേണ്ടി പറയുന്നത്. പക്ഷേ അപ്പോഴും മറ്റുള്ള പാർട്ടികളിലെ പ്രശ്നങ്ങൾ കാണാതെ മൂടി വെച്ചുകൊണ്ട് കോൺഗ്രസിനെ ആക്രമിച്ച് ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യം, ഏറ്റവും പുതിയ ചോദ്യമാണ്, എവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ കനൽത്തരി, CPMൻ്റെ ഏക കനൽത്തരി മുഖ്യമന്ത്രി എവിടെയെന്ന് ചോദ്യം വരും. ഉത്തരം പറയുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നാണ്. ഇത് വിശ്വസിക്കണോ ഗോപികൃഷ്ണൻ? നമ്മൾ പറയും.